ഞാനൊരു കല്യാണം കഴിച്ചോലോ എന്ന് ആലോചിക്കുക. ആരാ നീയോ? എന്റെ വാപ്പ അമ്മയ്ക്കുള്ള ഐഡിയ ഒക്കെ എന്റെ ഉണ്ട്. റാഫിയുടെ വാപ്പയല്ലേ? അതെയാണോ? റാഫിയുടെ വാപ്പയാണോ? ആരാണോ? ഞാൻ മകനൊരു കല്യാണാടകമായിട്ടൊന്ന് വിളിക്കുക കേട്ടോ. നല്ല സൽസ്വഭാവിയാണ്, നല്ല ജോലിയുണ്ട്, നാട്ടിലൊക്കെ നല്ല പേരാണ്, ദുശീലകളൊന്നും ഇല്ല പോലെ. അതെന്താ മോനെ പറ്റി എന്താ വാപ്പക്ക് അഭിപ്രായം? നമ്മളെ 3 മക്കളാണ്. അവ ഇന്നലെയും കിടന്ന് പിള്ളേരോട് അടി കൊടുക്കാറുണ്ട് പഴംപൊരിക്കും ചിപ്സിനൊക്കെ വേണ്ടി. പിന്നെ അയ്യോ അങ്ങനൊന്നും അല്ല, അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല അവന്റെ. അയ്യോ ആണെന്നേ, ഇന്നലെ അവൻ കടന്ന് പെടുത്തിട്ട് ഇറങ്ങിപ്പോയത്. അയ്യോ അങ്ങനെ വാപ്പ അങ്ങനെ പറഞ്ഞ ശരിയാവുന്നു. ഞാൻ എപ്പോഴാണ് കടന്നു കൊടുത്തേ? ഒരു കാര്യം ചെയ്യ്, എളുപ്പം വാ, നിന്റെ കല്യാണം നടത്താം, നിന്റെ ബിരിയാണി ഞാൻ ഇപ്പൊ തന്നെ തരാം. ഓടിന് വന്നേക്കണേ. അല്ല ബിരിയാണി എനിക്ക് വേണ്ട. അല്ല കുറച്ച് ബിരിയാണി ഇരിപ്പുണ്ട്, വീട്ടിൽ കുറച്ച് ബിരിയാണി ഇരിപ്പുണ്ട്. ഞാൻ കഴിച്ചിട്ട് നിനക്ക് ബാക്കി വീട്ടിൽ കൊണ്ടുതരാം. എന്തുകൂടാ പറയുന്നത്? ചിരിയോടെ ഇടത്തോട്ട് നോക്കുക. പിന്നെന്താ നോക്കാലോ. വലിയ ചിരിയോടെ വലത്തോട്ട് നോക്കുക. പിന്നെന്താ നോക്കാലോ. കഴിഞ്ഞെങ്കിൽ ഇറങ്ങി പോടാ. വേണ്ടായിരുന്നു. അയ്യോ പാമ്പോ എന്തിനാ പാമ്പ്? അയ്യോ അടുത്ത് പറയണ്ട. കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടില്ല. മോനെ രാവിലെ എവിടെടാ നീ? ഞാൻ പറമ്പിരിക്കുന്നു. മോൻ പെട്ടെന്ന് വീട്ടിലോട്ടാ, എനിക്കൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? അയ്യോ ഇങ്ങനെ കറങ്ങി നടന്നോടാ. നീ ഇങ്ങനെ കറങ്ങി നടന്നോ, ഒരു ജോലിക്കും പോകത്തില്ല, ഒന്നിനും പോകത്തില്ല. അമ്മൂമ്മയൊക്കെ ഉണ്ട്. മക്കളെ എന്തുവാടാ നീ ജോലിക്കൊന്നും പോവാതെ ഇങ്ങനെ കടന്ന് കറങ്ങുന്നേ? എല്ലാരും ഒത്തുകൂടിയിരിക്കുന്നത് നമ്മളെ പറഞ്ഞുവിടാൻ വയ്യ എനക്ക്. അങ്ങനൊന്നും അല്ല. അച്ഛൻ ഇവിടെ വന്നേ. അച്ഛൻ മതി കൊടുന്നു. അച്ഛൻ ഒരു സൂചനയെങ്കിലും തരായിരുന്നു അവരോട് വന്നിട്ടുണ്ടെന്ന്. ഇതൊരു വല്ലാത്ത ചെയ്ത്തായിപ്പോയി. വന്നിട്ട് ചോദിച്ചേട്ടായിരുന്നു. ചിരിക്കട്ടെ, ചിരിക്കാൻ വേണ്ടി പറയുന്നല്ലോ. ചോദിച്ചോട്ട് ജോലിയായോ, കല്യാണം കഴിച്ചോ, അവരുടെ മക്കളൊക്കെ അങ്ങ് കൊമ്പത്തിരിക്കുക. ഇനി മേലെ ഈ സാധനത്ത് ഇവിടെ വിളിക്കരുത്. വിളിച്ച് ഞാൻ പൊന്ന് കല്ലെടുത്തായിരിക്കും. ഞാൻ അങ്ങോട്ട് പോവാ. ഇതിലെ ഉമ്മ വെച്ചിട്ട് എന്താ തരാ? ഇത് മാത്രം വിഷമിച്ച് തറയോ പൂത്തേ. ഇത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നോണ്ടല്ലേ ഞാൻ നിനക്ക് വേണ്ടിയാണ്ടോ വയനാട് ഇവിടെ ഒരു എസ്റ്റേറ്റൊക്കെ മേടിച്ചിട്ടിരിക്കുക. പിന്നെ നമ്മളിവിടെ മൾബറി തോട്ടം, മൾബറി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര മഞ്ഞളാണ്. ഞാനേ ഒരു അജ്ജുവിട്ടായിട്ട് നിന്നെ അങ്ങോട്ട് വിളിച്ചാൽ മതി. എനിക്കൊരു കോള് വരുന്നു. ഇവളെന്തിനാ ഇപ്പം വിളിക്കുന്നേ? പണി പാടോ? മെറിലേ, മോളെ, എടാ എവിടാ മുത്തേ? ഇച്ചാൻ വയനാട് താണ്ട ഏനത്തോട്ടത്തിന്റെ അടുത്തിരിക്കുക. കോള് വരുന്ന കേട്ടോ. ചാൻ പിന്നെ അങ്ങോട്ട് വിളിച്ചാൽ മതി മുത്തേ. ഓക്കെ, സീ യു ലേറ്റർ. ഹലോ എടാ, എന്തോടാ ശ്യാമേ? എടാ നീ എവിടാ? എടാ ഞാൻ നാട്ടെ വയനാട്. വയനാട്ടിലോ? അവിടെ വയനാട് വരെ പോയതാ. നീ എന്തിനാ വിളിച്ചേ? 5 മണിയായി, റേഷൻ കട പോണം. ബാ, ഞാൻ മേലിൽ പോകണം. റേഷൻ കട പോകാനോ? നീ ഒരു കാര്യം, നീ വീട്ടിന്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങി. ഞാൻ വണ്ടിയായിട്ട് വെളി ഇറങ്ങി. ഞാൻ മഞ്ഞ വെട്ടി കൂടെ എടുത്തോണ്ട് അങ്ങോട്ട് വരാം. അച്ഛാ വാടേ, നിങ്ങൾ തലയിൽ വാടേ. കല്യാണം നാളെ അപ്പുറത്തോട്ടാതി. എടാ നാളെ വണ്ടിയുടെ കാര്യമെല്ലാം റെഡിയായി. 9:00 വണ്ടി വരും. പിന്നെ ഉച്ചയ്ക്ക് ചോറിന്റെ കാര്യം റെഡി ആയിട്ടുണ്ട്. പിന്നെ പെണ്ണിന് ഞാൻ വീട്ടിൽ കൊടുക്കാനുള്ള സ്വർണ്ണം എല്ലാം എടുത്ത് കൊടുത്തു. കൊടുത്തു. അനിയൻ അവിടെ അങ്ങനെ ഒരു 5,000 കൊടുക്കണം. അത് കൊടുത്തിട്ട് പെണ്ണ് ഒളിച്ചോടി പോയാ സ്വർണ്ണം കൊണ്ട് അവള് പോയി. പെണ്ണ നാട്ടുകാര് പറയുന്നത് പെണ്ണ് ഒളിച്ചോടി പോയെന്നാ പറയുന്നത്. ഇന്നലെ കൊണ്ട് സ്വർണ്ണം കൊണ്ട് കൊടുത്തടാ ഇന്നലെ രാത്രി. ഹലോ, നീ എവിടാ അടി? നീ എവിടാ? നമുക്ക് 2 പേർക്കും നല്ലതേ വരും. ഒരു കാര്യം മനസ്സിലാക്കണം. നീ എന്നെ പറ്റിച്ച് എന്റെ സ്വർണ്ണം കൊണ്ട് കളഞ്ഞാലേ നിന്റെ വിചാരം. 10,000-2,000 രൂപ ബുക്ക് കൊണ്ടാണ് നിന്റെ കൈ ഇരിക്കുന്നത്. നീ മനസ്സിലായ? ഒറിജിനൽ സ്വർണ്ണം എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. നിന്റെ തന്തല്ല എന്റെ തന്ത. അതുകൂടി നീ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ കൊള്ളാം കേട്ടോ. അപ്പം നിനക്കും നിന്റെ നവവരനും ഹാപ്പി മാരീഡ് ലൈഫ്. തേപ്പൊട്ടി ആളില്ലേ? എടാ എവിടാടാ നീ? എന്താ പൈസ മേടിച്ചിട്ട് തരാതെ? ചേട്ടനായിരുന്നു. കരയെന്തിനാടാ? എന്റെ പൈസയില്ല തരാൻ. എന്തോ എന്നെ വീട്ടിൽ സാധനമൊക്കെ മേടിച്ചിട്ട് ഒരുപാട് ദിവസമായി. എന്റെ പൈസ ഇല്ലാഞ്ഞിട്ടാ. ഞാൻ ഈ പൈസ തരത്തില്ലായിരുന്നു. നിങ്ങളെന്തിനാ വീട്ടിലോട്ട് വന്നേ? കുറച്ച് പൈസ അല്ലേ ഉള്ളു, അതങ്ങ് തിരിച്ചു കൊടുത്തൂടാ എനക്ക്. എന്താ ആ പൈസ എന്താ തിരിച്ചു കൊടുക്കാത്തേന്ന്? നിന്റെ തന്ത കൊടുത്തൊരു പൈസ. എടാ എന്റെ ഇല്ലാഞ്ഞിട്ടാ പൈസ കൊടുക്കാൻ. അല്ല ഞാൻ മനപ്പുറം കൊടുക്കാനൊന്നുമല്ല. എന്നാലും മേടിച്ച പൈസ തിരിച്ചു കൊടുക്കണ്ടടാ. പൈസ വേണ്ട അനീഷയെ കൊടുക്കാൻ. നീ എന്തിനാ അങ്ങനെ വിളിച്ച് ഇങ്ങോട്ടുണ്ടെന്നേ? പോയില്ലേ? വരുന്നു. അടാ കുഴപ്പമില്ലാട്ടോ, നീ ഒരാഴ്ച എന്നുള്ളത് 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നാലും മതി, വിഷയമില്ല. വിഷമത്തിരുന്നു പോയതാ. പോട്ടെടാ അനീഷേ. ഇങ്ങനെ സാധിക്കുന്നടാ, ജീവിച്ച് പോണ്ടേ. ഇതൊക്കെ പറഞ്ഞു വിടും. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? എനിക്കറിയില്ല, ആരും ഒരാൾ എന്നെ വിളിച്ച ചീത്ത വിളി രാവിലെ. നമ്പർ ഇതിനകത്ത് നമ്പർ കിടക്കാൻ നമ്പർ. ഹലോ എടാ, നീ ഏതാ? നീ എന്തിനാ എന്റെ കൂട്ടുകാരനെ വിളിച്ച് ഫോൺ വിളിച്ച് ചെയ്യുന്നേ? നിന്റെ പേരെന്തോ?
അനീഷോ നീ ചൂടാവല്ലേ, നീ ചൂടായി കളിക്കല്ലേ നീ. നിനക്ക് വല്ലതും ചെയ്യാനുണ്ടെങ്കിലേ, നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ നീ ഇവിടെ വരണം. ഞങ്ങളാണ്ട് വീട് ഞങ്ങളുടെ ജംഗ്ഷൻ്റെ അവിടെ പോയിട്ട് സംസാരിക്കട്ടെ. നീ കൂടുതൽ സംസാരിക്കില്ല കേട്ടോ. ഏതാ അവനെ അറിയട്ടെ നമുക്ക്. നീ ആയിട്ട് തുടങ്ങി, നീ എന്നെ കൊടുത്ത ഞാൻ പോവാ എനിക്ക് വയ്യ. മഴ നനഞ്ഞടാ, ഇത് ഞാൻ ഒരുമാതിരി മൂഞ്ചിയ അവസ്ഥയാണല്ലോടാ ഇത്. ഇടാ കണ്ണാടാ ഒരു ചുമന്ന ഷർട്ടിട്ടൊരു പുള്ളിക്കാരൻ എന്തോ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ വരുമ്പോ പറഞ്ഞുതരാം. എനിക്കോ പറയാം. എടാ ഞാനില്ല ഫർസാനായിട്ട് ഇഷ്ടം എന്ന് പറയാൻ പോവാ. ഏത് വർത്താനം ആ നടക്കത്തില്ല റബി. നടക്കും. വെറുതെ എന്തിനാ നടക്കും. നടക്കത്തില്ല. നടക്കും. ഞാനോ നടക്കത്തില്ല. പറ്റുണ്ടോ? എന്തിനാ കളിയാ പോകുന്നത്? ഫർസാന ഒരു കാര്യം പറയണം. എടേ ഇയാളെ എനിക്ക് ഇഷ്ടമാണ്. കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അയ്യോ റാഫിക്കല്ലേ? റാഫിക്കല്ലേ? എന്റെ പേര് റാഫിന. ആ ഇക്കാര റിയാസിനെ ചേട്ടൻ. റിയാസ് അനീനെ എങ്ങനെ അറിയാം? ആ ഞങ്ങൾ തമ്മിൽ 5 വർഷമായിട്ട് ഇപ്പൊ റിലേഷനാണ്. അപ്പം അത് ഇക്കാരടുത്ത് പറയാനായിട്ടൊക്കെ ഇരുന്നതാണ്. അവന് മീശയൊന്നും പോച്ചിട്ടില്ലല്ലേ? ചെയ്യില്ല. എന്നാലും ഞാനാ മൂത്തത്. എന്റെ കാര്യം സോറി. സോറി, കുഴപ്പമില്ല. കുഴപ്പമില്ല, ശരി വിട്ടോ. അവന്റെ ലൈനാ മുന്നിൽ എടുത്ത അവസ്ഥ അവരെന്നെ കൂടി വിടിയിച്ചോ.